29 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഇല്ല 3.5 രൂപയുള്ള CC കിട്ടും. 3 രൂപയാണ് വില. 58 രൂപയ്ക്ക് കൊടുക്കാം. 58,000 രൂപ. 98 രൂപയ്ക്ക് കൊടുക്കാം. 98,000 രൂപ. അത് നമുക്കേ ഒരു 80 രൂപയ്ക്ക് കൊടുക്കാം. 2014 സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസൽ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനുള്ളത് ഈഞ്ചവള യൂസ്ഡ് കാർസിലാണ്. അപ്പം ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈഞ്ചവളയുടെ വീഡിയോ. അപ്പം ചെറിയ അസുഖം പനിയൊക്കെ വന്ന കാരണമാണ് ഇപ്പോൾ ഡിലേ വന്നല്ലേ കേട്ടോ. പുള്ളി നമ്മുടെ സലീമേട്ടൻ വിളിച്ചിരുന്നു തന്നെ, പക്ഷേ എനിക്ക് സുഖമില്ലാത്ത കാരണം അല്പം ഡിലേ വന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ സുഖമാണല്ലോ അല്ലേ? സുഖം. ഓക്കെ, അപ്പം ഈഞ്ചവളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ബഡ്ജറ്റ് കാറുകൾ മാന്യമായ, അതായത് അത്യാവശ്യം നല്ല വിലക്കുറവ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്തിൻ്റെ അവസാനം കല്ലമ്പലം എന്ന സ്ഥലത്താണ്. കൊല്ലം പോകുന്ന വഴിക്ക് കല്ലമ്പലത്തിൻ്റെ തട്ടുപാലം എന്നാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ എന്താ ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മളെ? കച്ചവടമൊക്കെ ഉണ്ട്. കച്ചവടമുണ്ട്. അത്യാവശ്യം നല്ല കുറച്ച് വണ്ടികളൊക്കെ, കുറഞ്ഞ വണ്ടികൾ, കൂടിയ വണ്ടികളൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. എല്ലാം മിക്സ് ആയിട്ടുണ്ടല്ലോ. എല്ലാം മിക്സ് ആയിട്ട് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയുള്ള 2-3 വണ്ടികളെ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം പുതിയതായിട്ട് വന്നതാണ്. കച്ചവടം ഒന്നും ഉണ്ട്. കുഴപ്പമില്ല. ഇന്നലെയൊക്കെ നിറഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ കുറച്ച് വണ്ടികൾ പോയത് കാരണം വീണ്ടും കുറഞ്ഞു. അത്യാവശ്യം നോക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പഴയ വണ്ടികളല്ലേ, അല്ലാതെ വേറെ വലിയ വിഷയങ്ങളൊന്നും വരാറില്ല. ഏറ്റവും പഴയ വണ്ടികളും 10, 50, 55 ആ റേഞ്ചിലേക്ക് കൊടുക്കുന്നതിലൊക്കെ ചെറിയ കംപ്ലൈന്റുകൾ വരണ്ടേ. അങ്ങനെയൊന്നുമില്ല. ഞാൻ എഞ്ചിനും ഗിയർ ബോക്സിനുമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് അങ്ങനെ ഈ പാച്ചവർക്കൊക്കെ നമുക്ക് ഉള്ളതേ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. റാമ്പിലൊക്കെ കയറ്റി നോക്കുമ്പോൾ ചിലപ്പോൾ വേറെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാണ് പഴയതെന്ന് പറയുന്നത്. പരമാവധിയൊക്കെ നോക്കിയെടുത്ത് എല്ലാ ഭാഗങ്ങളും നോക്കിയെടുത്ത് പിന്നെ പണിയുള്ള വണ്ടികളെല്ലാം അപ്പം പണിതിട്ടേക്കാണ്. കുറേ വണ്ടികൾ, ആ വിൽക്കാതെ പോയ വണ്ടികളൊക്കെ ചെറിയ ചെറിയ കിടക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ എന്തെങ്കിലും വിഷയങ്ങളുള്ളൂ, അതെല്ലാം പണിത് ക്ലിയറാക്കി നല്ല ഇതിലിട്ടേക്കാണ്. ഇന്ന് എടുക്കുക. എഞ്ചിനും ഗിയർ ബോക്സിനും ഒക്കെ ഗ്യാരണ്ടിയാണ്. പിന്നെ സസ്പെൻഷൻ അടിയുള്ളതൊന്നും ഇപ്പോൾ ഒന്നുമില്ല. എല്ലാം നല്ല ഇതാക്കി ഇട്ടേക്കാണ്. പിന്നെ കുറഞ്ഞ വിലകളാണ്, നല്ല വണ്ടികളാണ്. വില കുറവെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എടുക്കുക. അവിടെ ആയിട്ട് മാത്രം വരരുത്. 2-3 കടകളിൽ കയറിയിട്ട് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ വന്നാൽ മതി. ഇപ്പം ഞാനാണ് കുറച്ച് കൊടുക്കുന്നതൊന്നും അല്ല. അപ്പോൾ എല്ലാവരും നോക്കട്ടെ. തമ്മിൽ ഭേദം നല്ലതാണെങ്കിൽ വന്നാൽ മതി. അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ കൊടുക്കാം. അപ്പോൾ സലിമേടെ നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു ബഡ്ജറ്റ് കാര്യം തുടങ്ങാം അല്ലേ? അതെ അതെ. എങ്ങനെയാണ്? 2000 അൾട്ടോ. 1.5 വർഷം പേപ്പറുണ്ട്. 2026 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. വണ്ടി എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. എഞ്ചിൻ കണ്ടീഷൻ, ഗിയർ ബോക്സ്, സസ്പെൻഷനുകളെല്ലാം കൊള്ളാം. പിന്നെ 1.5 വർഷം പേപ്പറുണ്ട്. ഒരു കൊച്ചു ഫാമിലിക്ക് മഴ നനയാതെയൊക്കെ കൊണ്ട് നടക്കാം. ടയറെല്ലാം നല്ലതാണ്. ടയറെല്ലാം നല്ലതാണ്. സീറ്റ് കവർ നല്ലതാണ്. അടിയിൽ ചെറിയ എന്തോ പാച്ച് വർക്കുണ്ട് കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള പാച്ച് വർക്കുണ്ട്. ടോട്ടലി നല്ല വണ്ടിയാണ്. 48 രൂപയ്ക്ക് കൊടുക്കാം. 48,000 അതെ അതെ, നല്ല വണ്ടി. ഒരു കൊച്ചു ഫാമിലിക്ക് എടുത്തിട്ടേ വലിയ വലിയ പണികളൊന്നും വരാൻ സാധ്യതയില്ല. AC ഉള്ള വണ്ടി. LXi അല്ല, LX. AC ഉണ്ട്, നല്ല കൂളിംഗ് ഉണ്ട്. വർക്കിംഗ് ആണ്, കൂളിംഗ് ഉണ്ട്. വർക്കിംഗ് ആണ്, കൂളിംഗ് ആണ്. ഈ വണ്ടി ആയാലും എഞ്ചിനും ഗിയർ ബോക്സിനും ഗ്യാരണ്ടി ആണ്. നല്ല വണ്ടി, നല്ല വണ്ടി. ഒരു കുഴപ്പമില്ല. 48,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. പേര് മാറുന്ന പൈസ അധികം തരേണ്ടി വരും. ഓക്കെ, ശരി. സാൻഡ്രോ 2006 മോഡലാണ്. 2006 വണ്ടി. 26 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പറുണ്ട്. സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സീറ്റ് കവർ, ടയറെല്ലാം കൊള്ളാം. ഓക്കെ, ടയറും കൊള്ളാം. വണ്ടിയുടെ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടി. ടയറും ഒക്കെ അത്യാവശ്യമുണ്ട്. ടയർ അത്യാവശ്യം കുഴപ്പമില്ല, ഓടാനൊക്കെ ഉണ്ട്. വണ്ടി ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് കവറൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. വണ്ടി 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, കൂളിംഗ് ഉണ്ട്. വേറെ വലിയ സ്ക്രാച്ചോ ഡെന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഒരു ഹെഡ്ലൈറ്റ് ചെറിയൊരു മങ്ങലുണ്ട്, അത് പോളിഷ് ചെയ്താൽ മാത്രം മതി. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇത് എത്ര കൊടുക്കാം ചേട്ടാ? വേണ്ടി 58 രൂപയ്ക്ക് കൊടുക്കാം. 58,000 രൂപ. 58 രൂപയ്ക്ക്. 2007 എസ്റ്റിലോ എല്ലാ ഭാഗങ്ങളും നല്ലതാണ്. ഗ്യാരണ്ടിയിൽ കൊടുക്കും. 27 പകുതി കഴിഞ്ഞ് പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സ്ക്രാച്ചോ ഡെന്റോ ഒന്നുമില്ല. സെന്നസ്റ്റിലാണ്. LXi. എല്ലാ ടയറും നല്ലതാണ്. സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാം കണ്ടീഷനാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായിട്ട് വണ്ടിയുടെ? ഓണർഷിപ്പ് 5 കിലോമീറ്റർ, 94 കിലോമീറ്റർ. 94,000 കിലോമീറ്റർ ഗ്യാരണ്ടിയിൽ കൊടുക്കും കേട്ടോ. 80 രൂപ. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. ഇന്റീരിയർ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റ് കവർ, എഞ്ചിന്, ഗിയർ ബോക്സ് എല്ലാം ഗ്യാരണ്ടിയാണ്. സോണിയുടെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള. സെന്നസ്റ്റിലെ മൈലേജ് ഒരു 15 ആ റേഞ്ച് കിട്ടും. ഒരു
വാഗണാറിന്റെ മൈലേജും എഞ്ചിനും ഒക്കെയാണ്. ഓക്കെ, എത്ര കൊടുക്കാം ചേട്ടാ? ബോഡിക്ക് മാത്രമേ അത് നമുക്കേ ഒരു 80 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപയ്ക്ക് കൊടുക്കാം. വാഗണാർ LXi ആണ്, തേർഡ് ഓണർഷിപ്പ്, 1 സംതിങ് കിലോമീറ്റർ. മോഡൽ ഏതാണ്? 2007. പാച്ച് ഉണ്ടായിരുന്നു, ഇപ്പം കൊണ്ടുപോയി ചെയ്യിച്ച് വന്നതേ ഉള്ളൂ. 27 വരെ പേപ്പറുണ്ട്. ടയർ കൊള്ളാം. ടയർ നല്ല കൊള്ളാം. ഓക്കെ, ഈ സൈഡും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കൊള്ളാം. LXi ആണ് വണ്ടി. LXi ആണ്. ഓക്കെ, ഇന്റീരിയർ സീറ്റ് കവർ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, LXi ആകുമ്പോഴത്തേക്ക് AC പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന വണ്ടി. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. വണ്ടി വല്ല ഡെന്റോ സ്ക്രാച്ച് ഒന്നുമില്ല, കുഴപ്പമില്ല. ഒരു ആവറേജ് വണ്ടി. മോഡൽ വെച്ച് നോക്കുമ്പോൾ വൃത്തിയുണ്ടല്ലേ? അതെ. 98 രൂപയ്ക്ക് കൊടുക്കാം. 98,000 രൂപ. 2007 വണ്ടി, 27 പേപ്പറും വരുന്നുണ്ടല്ലേ? അടുത്ത വണ്ടി ഓൾട്ടോ. 2008 ആൾട്ടോ LXi. 2008 വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. നല്ല പുതുപുത്തം കണക്ക് ഇരിക്കുന്നു. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 85,000 രൂപ. ഓക്കെ, എല്ലാം നല്ലത്. ടയർ കണ്ടീഷനാണ്, നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റിയാണ് വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടിയുടെ ഫസ്റ്റോ സെക്കൻഡോ ആണ്. കിലോമീറ്റർ 37,000 കിലോമീറ്റർ. നല്ല പുതുപുത്തം കണക്കിരിക്കുക. പുതിയ വണ്ടി വരെ ഇരിപ്പുണ്ടല്ലേ? ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല. അപ്പം ഇതിന്റെ വില നമ്മൾ എത്ര? 85 രൂപ. 85 രൂപ. LXi വണ്ടി. LXi AC ബസ്. അപ്പൊ അടുത്ത വണ്ടി 2012 ഫോർഡ് ഫിഗോ ഡീസൽ വണ്ടി. 2012 ഫോർഡ് ഫിഗോ ഡീസൽ 1.4 ഓടി, നല്ല വണ്ടി. ഓണർഷിപ്പ് എത്രയാട്ടാ? ഓണർഷിപ്പ് തേർഡ്, മൂന്നാമത്തെ ഓണർ. ഫ്രണ്ട് ടയർ രണ്ടും പുതിയ കിടപ്പുണ്ടല്ലേ? ഫ്രണ്ടിൽ പുതിയ ടയർ, ബാക്കിൽ ആവറേജ് ടയർ. നല്ല ബോഡി കണ്ടീഷൻ ഒക്കെയാണ്. ടച്ചും പോളിഷ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. കഴിഞ്ഞിട്ടുണ്ടല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. വണ്ടി കുഴപ്പമില്ല, നീറ്റായിരിക്കും. പവർ വിൻഡോ ഉണ്ടാ നോക്കി. നല്ല എഞ്ചിൻ കണ്ടീഷനുള്ള വണ്ടി. ഒരു ആക്സിഡന്റിൽ ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ക്ലിയർ ആക്കി അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, എഞ്ചിന് ഗിയർ ബോക്സ് എല്ലാം, സസ്പെൻഷനുകൾ എല്ലാം നല്ലതാണ്. ഒരു ആക്സിഡന്റിൽ ചെറിയ സൗണ്ട്, അതൊരു 1,500 രൂപയ്ക്ക് അകത്തേ ആവത്തുള്ളൂ. റീകണ്ടീഷൻ ചെയ്തിടാം. ഇവിടെ അതിൻ്റെ പരിപാടി ഉണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ചേട്ടാ, ഫോർഡ് ഫിഗോ ഡീസലിന് എന്തായാലും 20 മൈലേജ് കിട്ടൂലേ? പിന്നെ കിട്ടും. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? ആണ്. നമുക്ക് എത്ര കൊടുക്കാം? 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 1,15,000 കൊടുക്കാം. 2011 ZXi പെട്രോൾ, ZXi ഡിസയർ. ഓക്കെ, ഡിസയർ ZXi വണ്ടി. 1.4 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ പേരിലേക്ക് മാറി. ഇപ്പൊ സെക്കൻഡ് ഓണറിൽ നിൽക്കുന്നു. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, കമ്പനി ഇറങ്ങുമ്പോഴേ അലൈസ് വരുന്നതാണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ മേജർ ആയിട്ട്? ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. സീറ്റ് കവർ ഇല്ലെന്നേ ഉള്ളൂ. ഫാബ്രിക് ആണ്, പക്ഷെ അത് വൃത്തിയുണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ZXi ആകുമ്പോഴത്തേക്ക് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരും, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരും, AC ഓട്ടോമാറ്റിക് വരും, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. പെട്രോൾ എന്തായാലും പെട്രോൾ ആകുമ്പോൾ സ്വിഫ്റ്റ് 15 മൈലേജ് കിട്ടുമല്ലോ? അതെ. എത്ര കൊടുക്കും? 2.35 കൊടുക്കാം. 2014 പുന്തോ ആണ്. പുന്തോ 2014. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ആണ് ഇതിൽ വരുന്നത്. ടയറെല്ലാം ആവറേജ് ടയറാണ്, ഡീസൽ വണ്ടിയാണ്. ടയർ ആവറേജ് ഉണ്ട്, ബോഡിയൊക്കെ നീറ്റ് ആണ്. പിന്നെ ഫീറ്റിന്റെ മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ്. 10-20 മൈലേജ് ഒക്കെ കിട്ടും. 1.3 മറ്റേ ക്വാർട്ടർ ജെറ്റ് എഞ്ചിൻ. സീറ്റ് കവറൊക്കെ കൊള്ളാം. ഓക്കെ, സീറ്റ് കവറും കൊള്ളാം അല്ലേ? അകവും പുറവും ഒക്കെ മാർക്കറ്റിൽ 2 രൂപയൊക്കെ വിലയുള്ള വണ്ടിയാണ്. ഓക്കെ, 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. ഓക്കെ, അലോയ്സ് ഉണ്ട്. അലോയ്സ് അഡീഷൻ ചെയ്താൽ തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ, അപ്പം ഫിയറ്റ് പുന്തോ, പക്ഷേ വണ്ടി ബോഡി ക്വാളിറ്റി നീറ്റാണ്, എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമല്ലോ? നല്ല എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ഡീസൽ വണ്ടി പുന്തോ നോക്കുന്നവർക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോസിംഗ്. 2014 സാൻഡ്രോസിംഗ് ആണ്. 14 വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? 80,000 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ടയർ 4 പുതിയതുണ്ടല്ലേ? ടയർ നല്ല ടയർ. ടയർ 4 ഗുഡ് കണ്ടീഷനാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 70-80% ടയർ ഉണ്ടല്ലേ ചേട്ടാ? ഉണ്ട്. കുഴപ്പമില്ല, ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ, അല്ലെ സ്ക്രാച്ചസ് ഇട്ടൊന്നും കാണുന്നില്ല. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം കേട്ടോ, കണ്ടീഷൻ വണ്ടിയാണ്. കൊള്ളാം, നല്ല വണ്ടി. എഞ്ചിനായി ഗ്യാരണ്ടിയിൽ കൊടുക്കും. സീറ്റ് കവറുണ്ട്, ഗിയർ ബോക്സ് കൊള്ളാം, സസ്പെൻഷനുകൾ കൊള്ളാം. പക്ഷേ അത് കുഴപ്പമില്ല, അത് പഴയ ഒരു ലോക്കൽ സ്റ്റീരിയോ ആണ്. 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. AC എല്ലാം വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്.
അപ്പോൾ എങ്ങനെ പ്രൈസ് നമ്മുടെ സാൻഡ്രോ? ഇത് 1.35 കൊടുക്കാം. 2014 1,35,000 രൂപ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വില. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ LX 2009 29 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 9 വണ്ടി 2009 29 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ടയറെല്ലാം കൊള്ളാം, 50% കൂടുതലുള്ളതാണ്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായിട്ടാ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്, 1.75 ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഗ്യാരണ്ടി എഞ്ചിനും ഗിയർ ബോക്സിനും ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി എഞ്ചിൻ. ഓക്കെ, ഇന്റീരിയറൊക്കെ കൊള്ളാം, നല്ല എഞ്ചിൻ. ഓക്കെ, വണ്ടി പുതുപുത്തൻ കണക്കിരിക്കും. പവർ വിൻഡോ ചെയ്തിട്ടുണ്ടല്ലേ? അല്ല, പവർ വിൻഡോ വരുന്ന ലിമിറ്റഡ് എഡിഷൻ ആണ്. പവർ വിൻഡോ ഉള്ളതാണ്. ഒരു പവർ വിൻഡോ പൊങ്ങയും താരം ചെയ്യുന്നില്ല, അത് കാണിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഒരു പവർ വിൻഡോ ചെറിയ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബോഡിയൊക്കെ നീറ്റാണ്, വേറെ ടയർ കണ്ടീഷൻ 4 ഒരു കുഴപ്പമില്ല. ഒരു പവർ വിൻഡോയുടെ സ്വിച്ചോ എന്തോ ആയിരിക്കും, അതൊന്ന് കാണിച്ചാൽ മതി, ശരിയാവും. വണ്ടി വന്നിട്ടേ ഉള്ളു. 1.10 കൊടുക്കാം. 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത വണ്ടി ഒരു സൊണാലികയാണ്. ഷർട്ടും വണ്ടിയായിട്ട് മാച്ച് ഉണ്ട്. പക്ഷെ ഞാനും വണ്ടിയായിട്ട് മാച്ചില്ല. ഞാൻ അങ്ങനെ സാധാരണ എടുക്കുന്ന വണ്ടിയിലായിരുന്നു. ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള ഒരു വണ്ടി മുന്നേ കൊടുത്തപ്പോൾ പിന്നെ എനിക്കൊരു എറണാകുളത്ത് നിന്ന് മറ്റേ കോർപ്പറേഷനിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയായിരുന്നു. അവിടെ ടാക്സി ഓടാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ അത് നടക്കാത്തതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് ഈ വണ്ടി തന്ന് വേറൊരു വണ്ടി മാറ്റിയെടുത്തിട്ട് പോയതാണ്. അദ്ദേഹം അവിടെ നിന്ന് ഓടി വന്ന സ്ഥിതിക്ക് എനിക്ക് പിന്നെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്ത രീതിക്കും വണ്ടിക്ക് മറ്റ് കുഴപ്പങ്ങളില്ലെന്ന് ചെക്ക് ചെയ്തപ്പം മനസ്സിലായതുകൊണ്ടും ഈ വണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാൻ കൊടുത്ത് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള വണ്ടിയാണ്. ആരെടുക്കാൻ വന്നാലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ വരാവൂ. എന്നെ കംപ്ലൈൻറ്റ് പറയാൻ നിൽക്കരുത്. ഇത് ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുന്നതോ ഒന്നുമല്ല. താല്പര്യമുള്ള അവരുണ്ടെങ്കിൽ വന്നെടുക്കുക. 83,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണറുമാണ് വണ്ടി. പിന്നെ അതുപോലെ തന്നെ ഒരു സൊണാലിക കൊടുത്തപ്പോൾ അദ്ദേഹം ഇപ്പോഴും അത് വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഒരു കക്ഷിക്കാരൻ എഞ്ചിനോ ഗിയർ ബോക്സിനോ അല്ല വിഷയങ്ങൾ പറയുന്നത്, മറ്റെന്തൊക്കെയോ വിഷയങ്ങളാണ് പറയുന്നത്. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെടുക്കാൻ വന്നാലും ഈ വണ്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ എടുക്കാൻ വരാം. ഇതിന് ഇഷ്ടപ്പെടുന്നത് നിലവിൽ ഒരു കുഴപ്പങ്ങളും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി. എറണാകുളത്ത് നിന്ന് ഒറ്റ ട്രിപ്പിൽ ഓടി വന്ന വണ്ടിയാണ്. മൈലേജ് 17 കൂടുതലാണ്. 17 മൈലേജ് കറക്റ്റ് ഉണ്ട്. പിന്നെ ഇന്റീരിയർ നല്ലത്, ബോഡിയിൽ പാച്ച് വർക്കില്ല, മറ്റു കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ സൊണാലിക നോക്കുന്നവർക്ക് നോക്കാം. വണ്ടി പക്ഷേ കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ യൂസ് അറിയാവുന്നവരും ഇതിന്റെ പണി മനസ്സിലാക്കിയവരും യൂസ് ചെയ്യുന്നവരും പിന്നെ കൊടുക്കാറൊന്നുമില്ല. ഓക്കെ, അത്രയ്ക്ക് വിലയില്ലേ ഉള്ളൂ. ഒരു സാധാരണ ഒരു 7 സീറ്റർ വണ്ടി ഇങ്ങനെ ഒരു ഇനോവ ആണെങ്കിൽ 13 വണ്ടിക്ക് ഒരു 8 ലക്ഷം രൂപ കൊടുക്കണം. ഇത് AC ഒക്കെ വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. വില 1,30,000 രൂപയാണ്. 1,30,000. ഒരു 7 സീറ്റ് വലിയ വണ്ടി ആ വിലക്കൊന്നും കിട്ടത്തില്ല. ഒരു 13 വണ്ടി കിട്ടത്തില്ല. ഒരു പാടുമില്ല. തിരക്കി പോണവർക്ക് പാടില്ല. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതല്ല. തിരക്കി പോണവർക്ക് ഒരു പാടുമില്ല. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. 2014 സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്, റെഗുലർ കമ്പനി സർവീസ്. 4 ടയർ ഇപ്പം എടുത്തിട്ടത്. ഡീസൽ വണ്ടി 20 വർഷം മൈലേജ് ആണ്. ടയർ ഇപ്പം എടുത്തിട്ട് 4 ടയർ, സിംഗിൾ ഓണർ, റെഗുലർ കമ്പനി സർവീസ്, 110 കിലോമീറ്റർ. ഡീസൽ വണ്ടി, കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. VDI ആകുമ്പോഴത്തേക്ക് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഡീസൽ സ്വിഫ്റ്റ് ആകുമ്പോൾ മൈലേജ് എന്തായാലും 20 മേളിൽ കിട്ടും. അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്, സുസുക്കിയുടെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്നുമില്ല. എത്ര കൊടുക്കാം ചേട്ടാ? അപ്പം 3.85 കൊടുക്കാം. 3,85,000 രൂപയ്ക്ക് കൊടുക്കാം. ഫിനാൻസ് 2010 സിംഗിൾ ഓണർ ഫോർഡ് ഫിഗോ ആണ്. ഓക്കെ, ടെസ്റ്റിന്റെ എല്ലാ പണികളും ചെയ്തിട്ടേക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞാണെങ്കിൽ 1,4 രൂപയ്ക്കും, ടെസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്കും കൊടുക്കും ഫൈനലി. ഹൈ ക്വാളിറ്റി സിംഗിൾ ഓണർ, 75,000 കിലോമീറ്റർ, പെട്രോൾ വണ്ടി. എഞ്ചിൻ ഗ്യാരണ്ടി, ഗിയർ ബോക്സ് ഗ്യാരണ്ടി, ടയറെല്ലാം കൊള്ളാം. ഒരു പോറല ഒന്നുമില്ല. പെയിന്റ് എല്ലാം നല്ല ഫുള്ള് ചെയ്ത് നല്ല ക്ലീൻ ആക്കി ഇതിന് വേണ്ടി ഇട്ടിരിക്കുന്നത്. ഏതിനു വേണ്ടി? ടെസ്റ്റിന് വേണ്ടി ഇട്ടിരിക്കുന്നു. എല്ലാം നീറ്റ് ക്ലീൻ വണ്ടി. 75,000 കിലോമീറ്റർ. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സീറ്റ് ഫാബ്രിക് ആണ്, നല്ല വൃത്തിയുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2030 പേപ്പർ എടുത്ത് 1,4 രൂപയ്ക്ക് കൊടുക്കും കേട്ടോ. പേപ്പർ വർക്ക് 10 രൂപയാവും. അപ്പം കൂടിയിട്ടുണ്ട്, എല്ലാം കൂടെ അങ്ങനെയാവും. 1,4 രൂപയ്ക്ക് 30 പേപ്പർ അല്ലെങ്കിൽ 1 രൂപയ്ക്ക് കൊടുക്കും. 2018 ടിയാഗോ
ടിയാഗോ 2018 RX. ഓക്കെ, ഡീസലാണോ പെട്രോളാണോ ചേട്ടാ? അല്ല XT, RX അല്ല XT ആണ്. അല്ല പെട്രോൾ ആണ് ഇത് വരുന്നത് കേട്ടാ. XT ആണല്ലേ? ആ ഓക്കെ. ബമ്പറിൽ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് ചെറിയ അതേ ഉള്ളു, വേറെ എങ്ങുമില്ല. അങ്ങനെ മേജറായിട്ടല്ല, ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ചെറുതായി ടച്ചപ്പ് ചെയ്താൽ മതി. 2018 തൊട്ട് 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. പെട്രോള് നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വണ്ടിയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. 4 സ്റ്റാർ ഉണ്ട്. ഇന്റീരിയർ നീറ്റ് ആണ്. അല്ല, അത് പുതിയതുപോലെ ഇരിക്കും. അത് വേറെ ഒന്നും പറയാനില്ല, പുതിയതുപോലെ ഇരിക്കും. വില അങ്ങനെയല്ലേ, നമ്മളെ പിന്നെ വില കൂടിയ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയണ്ടേ. അതെ അതെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. 3.5 രൂപയുള്ള CC കിട്ടും, 3 രൂപയാണ് വില. ഫിനാൻസ് വേണമെങ്കിൽ 3.5 കിട്ടും. 3.5 കിട്ടും, 3 രൂപയാണ് വില കേട്ടോ. i10 സ്പോർട്സ് ആണ്. മോഡലോ 2011 വണ്ടി. 1 വർഷം കൊണ്ട് റീടെസ്റ്റിന്. പക്ഷേ പെയിന്റ് ഭാഗങ്ങളും എല്ലാം ക്ലിയർ ആക്കി കിടപ്പുണ്ട് കേട്ടോ. ടയർ കണ്ടീഷനും എല്ലാം. വണ്ടി പെയിന്റിംഗ് കൊള്ളാം കേട്ടോ. ഫ്രണ്ടിൽ ഇപ്പോൾ എടുത്തിട്ട് ടയർ, ബാക്കിൽ ടയർ ആവറേജ് ആണ്. പുതിയ ടയറുണ്ട്. ചെറിയ വിഷയം ഉണ്ടായിരുന്നു, അത് സസ്പെൻഷന് കിടക്കുണ്ടായിരുന്നു, കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. വണ്ടി കൊള്ളാം. വേറെ ബോഡിക്ക് ഒന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ സീറ്റർ ഫാബ്രിക് ആണ്. അത് ചെറിയൊരു അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, AC പോസ്റ്റർ, എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ ഗ്യാരണ്ടിയാണ്. സസ്പെൻഷൻ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. നല്ല വണ്ടി, നല്ല കണ്ടീഷൻ വണ്ടി അല്ലേ? 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5 രൂപ. 1.5 രൂപ. റെനാൾട്ട് ഡസ്റ്റർ RXL 85. 85 PS ആണല്ലേ? അതെ. 4 പുത്തൻ ടയർ. ടയർ 4 പുതിയതുണ്ട്. റീ രജിസ്ട്രേഷൻ ആണ്, ഒറ്റ ഓണറാണ്. ആ ആളിന്റെ പേര് തന്നെയാണ് ഇപ്പോഴും. വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ആക്കി. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. കിലോമീറ്റർ എത്രയാട്ടോ? കിലോമീറ്റർ 1.30. 1.30 ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടി നീറ്റ് ആണ്, വലിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് എന്നേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ടയർ കണ്ടീഷൻ 4 കൊള്ളാം. ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവർ ഉണ്ട്, അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. റെനോൾട്ടിൻ്റെ ഒറിജിനൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഡസ്റ്ററിനകത്ത് ഡിമാൻഡ് ഉള്ളൊരു മോഡലാണ് 85 PS. അതെ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. അതെ. അപ്പോൾ എങ്ങനെ വില? 3.35 കൊടുക്കാം. 3.35. ഫിനാൻസ് കയറുമല്ലോ കേട്ടോ? പിന്നെ എത്ര കയറും? 5-5.25 ഏതാണ്ടൊക്കെ അതുവരെയൊക്കെ ഫിനാൻസ് കയറുമായിരിക്കും. 5 രൂപയൊക്കെ വില മാർക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വില 3.35. അപ്പോൾ സലിമായിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ 1-2 കാര്യങ്ങളോടെ പറയട്ടെ. എല്ലാം പഴയ വണ്ടികളുടെ കച്ചവടമാണ് ഞാൻ ചെയ്യുന്നത്. പഴയ വണ്ടിയുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏർപ്പാടാണ്. എല്ലാവർക്കും പരാതികൾ വരാൻ സാധ്യതയുള്ള ഒരു കച്ചവടമാണ്. ഏത് വണ്ടി എടുത്താലും എല്ലാവർക്കും പരാതികൾ ഉണ്ടാവും. അവർ നമ്മളെ വാക്കുകളും കേട്ട് വരുമ്പം പിന്നെ അത് അങ്ങനെ ഇരിക്കുന്നത്, ഇതിങ്ങനെ ഇരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കസ്റ്റമറിൽ നിന്ന് മേടിച്ചൊരു ചെറിയ മാർജിൻ എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതെന്നല്ലാതെ അതിൻ്റെ ഭാഗങ്ങൾ നോക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഇത്. കയ്യിൻ്റെ പരമാവധി ഭാഗങ്ങൾ നോക്കിയെടുക്കും. കൊടുക്കാനുള്ള എൻ്റെ ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എഞ്ചിന് അവരെടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു, അതിന് ഗ്യാരണ്ടിയാണ്. ഗിയർ ബോക്സിന് ഗ്യാരണ്ടിയാണ്. മറ്റു കാര്യങ്ങൾ വരുന്നവർ നോക്കിയെടുക്കണം. സസ്പെൻഷന് കിടക്കുണ്ടെങ്കിലും ഓടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ചെറിയ കിടക്കൊക്കെ മൈന്യൂട്ട് കിടക്കങ്ങൾ പഴയ വണ്ടിയൊക്കെ വരും. 2 കട്ടറിൽ ഇരുന്ന് സസ്പെൻഷൻ പോകും. സ്പീഡിനാണ് ഇടുന്നതെങ്കിൽ ഓടിക്കുന്നത് പോലെ ഇരിക്കും ഒരു വണ്ടിയുടെ സസ്പെൻഷൻ ചീത്തയാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷയങ്ങൾ വരുന്നതുകൊണ്ടാണ് കുറച്ചൊരു വ്യക്തമായിട്ട് പറഞ്ഞത്. എഞ്ചിനോ ഗിയറോ ഒന്നും നോക്കാൻ ആരെയും കൊണ്ടുവരണ്ട. പരമാവധി വില കുറച്ചാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ എടുക്കുന്ന വിലയൊന്നും വലിയ ലാഭം എടുക്കുന്നില്ല എന്നുള്ളൊരു വിശ്വാസം മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാക്കി വരുന്നവർ നോക്കിയെടുക്കാം. ഓക്കെ. ശരി, അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.